ബിഗ് ബോസ് ഹൗസിൽ ജാൻമണി കുത്തിത്തിരിപ്പുണ്ടാക്കുകയാണ്. ജാസ്മിൻ ബാക്ക് സ്റ്റാബ് ചെയ്യാണ്. ഗബ്രി ജാസ്മിൻ്റെ വാലാവുകയാണ്, നട്ടലില്ലാതെ കളിക്കുകയാണ്. ഋഷി കൊച്ചുകുട്ടികളെ പോലെ പെരുമാറുന്നു, അലമുറയിട്ട് കരയുകയാണ്. എവിക്റ്റ് ചെയ്തതിന് ഋഷി മറ്റുള്ളവരെ ബിഗ് ബോസ് ഹൗസിലെ മറ്റുള്ള ഹൗസ്മേറ്റ്സിനെ പ്രാകുകയാണ്. ഇത് 8ാം ദിവസത്തെ അപ്ഡേറ്റ്സ് ആണ്. 9ാമത്തെ എപ്പിസോഡാണ്. 18 കണ്ടസ്റ്റൻസോട് കൂടി 8ാമത്തെ ദിവസം ബിഗ് ബോസ് ഹൗസ് അലൈവായിട്ട് പോകുന്നു. പവർ ടീമില് നിഷാനയും ജാസ്മിനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റീപ്ലേസ്ഡ് ആവുകയാണ്. അതായത് നിഷാന നല്ല രീതിക്ക് പവർ ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ പവർ ടീമിലെ ഏറ്റവും മോശമായിട്ട് കളിക്കുന്നത് നിഷാനയാണെന്ന് പറഞ്ഞുകൊണ്ട് നിഷാനയെ മാറ്റി ജാസ്മിനെ അവിടെ റീപ്ലേസ്ഡ് ആക്കുകയാണ്. ഈ ജാസ്മിനെ ഈ പവർ ടീമിലേക്ക് കൊണ്ടുവരുന്നതിൽ ഒരുപാട് ആളുകൾക്ക് അവിടെ ഒരു താല്പര്യക്കുറവുണ്ട് എങ്കിൽ പോലും അതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത് ഋഷിക്കാണ്. കാരണം ഋഷി പേഴ്സണൽ ഗ്രഡ്ജ് മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാളെന്നാണ് ഈ ഒരു സംഭവത്തിന് ശേഷം മനസ്സിലാക്കേണ്ടത്. വീക്കെൻഡ് നോമിനേഷൻ വരുമ്പോൾ ആ ഒരു ഘട്ടത്തിൽ പവർ ഹൗസിന് ഡയറക്റ്റ് ആയിട്ട് ഒരാളെ നോമിനേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുകയായിരുന്നു ബിഗ് ബോസ്. ആ ഒരു സമയത്ത് 2 പേരെ തിരഞ്ഞെടുത്തു, ഋഷിയെയും ജിൻഡോയെയും. ഋഷി സേഫ് സോൺ ആണെന്നും ആരെങ്കിലും ഫീഡ് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങൾ വെച്ച് മാത്രമാണ് സംസാരിക്കുന്നതെന്നും പറഞ്ഞിട്ട് ഋഷിയെ അവർ നോമിനേറ്റ് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ജിൻഡോയെയും അവിടെ പറയുകയാണ്. നോമിനേറ്റ് ചെയ്യുകയല്ല, അവരുടെ ചർച്ചകൾക്കുള്ളിൽ വരുന്ന ഒരുപാട് ആളുകൾക്ക് ശേഷം വരുന്ന 2 പേരുകളായിരുന്നു ഋഷിയും ജിൻഡോയും. അതിൽ ജിൻഡോയെ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജ് പ്രോബ്ലംസിനെ പറ്റിയിട്ടാണ്. ഹൗസ്മേറ്റ്സ് അടക്കം പലരും 2-3 തവണ വാൺ ചെയ്തിട്ടുണ്ട് ജിൻഡോയുടെ ലാംഗ്വേജ് ശ്രദ്ധിക്കണമെന്നും സംസാരിക്കുന്നതിൽ ചില സമയത്ത് ചില തരത്തിലുള്ള പ്രയോഗങ്ങൾ വരുന്നത് സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു 2 പേരെയാണ് ഇതിൽ അവസാനമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഒരു ഭൂരിപക്ഷ തീരുമാനം എന്നുള്ള രീതിയിൽ ഋഷിയെ മാറ്റിയിട്ട് ജിൻഡോയെ നോമിനേഷനിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ ജിൻഡോ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആവുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു പേഴ്സണൽ നോമിനേഷൻ വരുന്ന ഒരു സമയത്ത് എല്ലാവരും അവരവരുടെ പേഴ്സണൽ അഭിപ്രായങ്ങൾ പറഞ്ഞതിന് ശേഷം എവിക്ഷൻ പ്രോസസ്സിലേക്ക് വീണ്ടും ഋഷി വരികയാണ്. ഋഷി എവിക്ഷനിൽ വന്നതിന് ശേഷം ഋഷി വല്ലാണ്ട് ഡിസ്റ്റർബ്ഡ് ആണ്. പവർ ഹൗസ് ടീമിലെ മെമ്പേഴ്സ് എല്ലാവരും മാറി നിന്നിട്ട് ഈ ഒരു കാര്യങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായിരുന്ന സമയത്ത് ജാൻമണി ഋഷിയെ എവിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ ഒരു റീസൺ ആയിട്ട് പറഞ്ഞത് വാലിഡ് ആയിട്ടുള്ള ഒരു റീസൺ ഋഷിയെ സംബന്ധിച്ച് കൊടുക്കാനില്ല, ജിൻഡോയ്ക്കാണെങ്കിൽ ആ ഒരു വാലിഡ് ആയിട്ടുള്ള റീസൺ കൊടുക്കാനുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ തുടർന്നുള്ള കാര്യങ്ങളിൽ ജാൻമണി എന്തുകൊണ്ട് ആ ഒരു സ്റ്റാൻഡ് കാണിച്ചില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്ന ഒരു കാര്യം. ജാൻമണി, അതായത് ഇവർ തമ്മിൽ പവർ ഹൗസിൽ എല്ലാവരും സംസാരിച്ച കാര്യങ്ങൾ ജാൻമണി പിന്നീട് ഋഷിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഋഷി ചോദിക്കുന്നുണ്ട് എൻ്റെ പേരവിടെ പറഞ്ഞതിന് അവർ പറഞ്ഞ റീസൺ എന്താണെന്നുള്ളത്. ഋഷി അപ്പം മുതൽ ഫ്രസ്ട്രേറ്റഡ് ആണെന്നുള്ളൊരു കാര്യം ഓർക്കണം. അപ്പോൾ ആ സമയത്ത് ജാൻമണി ഇവരെ 2 പേരും മോശമായ രീതിയിൽ ഋഷിയെ പറ്റി സംസാരിച്ചു എന്നുള്ള കാര്യങ്ങൾ അങ്ങോട്ട് പറയുകയും ഞാൻ ഒട്ടും അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് നിന്നെ ഔട്ടാക്കാൻ താല്പര്യമില്ലായിരുന്നു എന്നുള്ളൊരു സംഭവം ഋഷിയോട് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് ജാൻമണി പറഞ്ഞ കാര്യവും വാലിഡ് ആയിട്ടുള്ള ഒരു റീസൺ ഇല്ലാതെ ഋഷിയെ പുറത്താക്കിയാൽ പ്രേക്ഷകർക്ക് എന്ത് തോന്നും എന്നുള്ളതാണ് പറഞ്ഞത്. ഒരു നന്മമരം കളിക്കുന്ന ഒരു ടൈപ്പായിരുന്നു ജാൻമണി ആ ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു സമയത്ത് ജാൻമണി കാണിച്ച ആ ഒരു സ്റ്റാൻഡ് പിന്നീട് കാണിച്ചിട്ടില്ല. ഋഷി അപ്പം ആ ഒരു സമയം മുതൽ ഋഷി വല്ലാണ്ട് അവിടെ ഇവിടെ മൂലയ്ക്ക് പോയിരുന്നിട്ട് വല്ലാണ്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അതും ഇതൊക്കെ പറയുന്നുണ്ട്, ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുന്നുണ്ട്. ഈ ബിഗ് ബോസ് എന്ന ഗെയിം എന്താണെന്ന് പോലും ഒട്ടും ഋഷി മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് ഇന്നലത്തെ ഒരു എപ്പിസോഡ് കാണുന്നവർക്ക് മനസ്സിലാവും. വല്ലപ്പോഴും വന്ന ഒരു 1-2 എപ്പിസോഡ്സ് കണ്ടു പോകുന്നവർക്ക് അത് കത്തണമെന്നില്ല. സ്ഥിരമായിട്ട് ബിഗ് ബോസ് കാണുന്നവർക്കും ഗെയിമിനെ ഗെയിമായിട്ട് കാണുന്നവർക്കും ഗെയിമിൻ്റെ രീതി എന്താണെന്ന് മനസ്സിലാക്കി കാണുന്നവർക്കും കറക്റ്റായിട്ട് മനസ്സിലാവും ഋഷിക്ക് ഗെയിം എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നുള്ളത്. കാരണം ഋഷി അപ്പം മുതൽ പറയുന്നത് എനിക്ക് ഇഷ്ടം പോലെ ആളുകളുണ്ട് എന്നെ പുറത്ത് സപ്പോർട്ട് ചെയ്യാൻ, എനിക്ക് ആരുടെയും ആവശ്യമില്ല, ജാസ്മിനും ഗബ്രിക്കും അങ്ങനെയല്ല. അതായത് ഋഷിയെ നോമിനേറ്റ് ചെയ്തു എന്നുള്ള ഒരു റീസൺ കൊണ്ട് പെട്ടെന്ന് തന്നെ ഗബ്രിനോടും ജാസ്മിനോടും വളരെയധികം ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആണ് ഋഷി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അവരെ 2 പേരെയും തീരെ താല്പര്യമില്ലാത്ത ഒരു രീതിയിൽ വല്ലാതെ അവരോട് ദേഷ്യവും വെറുപ്പും ഒക്കെ വരുന്നതായിട്ടാണ് അതിൽ കാണുന്നത്. അപ്പോൾ ഈ ഒരു ഓവർ കോൺഫിഡൻസോട് കൂടി തന്നെ ഋഷി പറയുകയാണ് ഇഷ്ടം പോലെ ആളുകളുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ എന്നുള്ളത്. അതൊരു ഓവർ കോൺഫിഡൻസ് തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഉപ്പും മുളകും എന്ന് പറയുന്ന ഒരു സീരിയൽ
സീരിയൽ വഴിയാണ് ഋഷി ആളുകളിലേക്ക് എത്തിയതെങ്കിൽ ആ ഒരു സീരിയലിൽ നമ്മൾ കണ്ട ഋഷി ആയിരിക്കില്ല ഇപ്പോൾ ഈ ബിഗ് ബോസ് ഹൗസിൽ കാണുന്നത്. അതിൻ്റെതായ പക്ക ഒരു തിരിച്ചുള്ള ഒരു മുഖമാണ് ഇപ്പം, നേരെ ഉൾട്ടായിട്ടുള്ള ഒരു ഫേസ് ആണ് ഋഷിയുടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരും പ്രതീക്ഷിക്കാത്ത ഒരു തരം ഫേസ് ആണ് ഋഷിയുടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ഇമോഷണൽ ആയിട്ട് ഋഷി ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഋഷി മനഃപൂർവ്വമാണോ അല്ലയോ എന്ന് അറിയില്ല, ഋഷി സംസാരിക്കുന്നതാണ്. എന്നെ ട്രൈ ചെയ്ത് കിട്ടില്ല എന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോഴാണ് ഗബ്രി എന്നെ ചൂസ് ചെയ്തത് എന്നുള്ള തരത്തിൽ ആ ഒരു വളരെ മോശമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഋഷി അവിടെ പറയുകയുണ്ടായി. കാരണം ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ആവട്ടെ എന്തുമാവട്ടെ, എന്തൊരു റിലേഷൻഷിപ്പ് ആണെങ്കിലും ആ ഒരു കാര്യത്തിൽ വന്നിട്ട് ഋഷിക്ക് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. കൂടാതെ ഇവർ തമ്മിൽ വഴക്കുണ്ടാകുന്ന സമയത്തെല്ലാം ജാസ്മിനെ പറ്റിയിട്ട് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഋഷി പറയുന്നത്. ഭയങ്കരമായ ഒരു പെർഫോമൻസ് ഋഷി ആ ഒരു സമയത്ത് കാഴ്ചവെക്കുന്നുണ്ട്. സ്ക്രീൻ സ്പേസിന് വേണ്ടിയാണോ എന്നത് അറിയില്ല, പക്ഷേ ഈ ഒരു സമയത്ത് വളരെയധികം മോശമായിട്ടുള്ള വാക്കുകൾ ജാസ്മിനെതിരെ, നാണം കെട്ടവൾ, മരവാഴ, ഉളുപ്പില്ലാത്തവൾ, അങ്ങനെ ഒരുപാട് വാക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഋഷി പറയുകയാണ്, ജാസ്മിനും ഗബ്രിയും ഒരിക്കലും ഇനി എന്നോട് ചിരിക്കാനോ മിണ്ടാനോ വരണ്ട, നിങ്ങൾ ചിരിച്ചു കൊണ്ടിട്ട് പുറകിൽ വന്നിട്ട് കുത്താണ്. ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഋഷി. ആ ഒരു സമയത്ത് ജാസ്മിൻ ചോദിക്കുന്നുണ്ട്, നീ എന്താണ് പറയുന്നത്, ചിരിച്ചു എന്ന് വിചാരിച്ചിട്ട് പോയി നോമിനേറ്റ് ചെയ്യാൻ പാടില്ല എന്നുണ്ടോ എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷേ അവസാനം ഋഷി അലമുറയിട്ട് പൊട്ടിക്കരയുകയാണ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് ഋഷിയുടെ ബോഡി തന്നെ വല്ലാണ്ട് വീക്കാവുന്നത് ആ ഒരു ഇതിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സംഭവത്തെ സംബന്ധിച്ച് ജാൻമണി വല്ലാത്തൊരു തരം ഇത് കളിച്ചിട്ടുണ്ട്. ഒരു ഗെയിം, ജാൻമണിയുടെ ഗെയിം ഇതാണോ എന്നറിയില്ല. പക്ഷെ വന്ന അന്ന് മുതൽ ഹൗസ് മേറ്റ്സിനെ മൊത്തത്തിലും പ്രേക്ഷകരെയും ജാൻമണി തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് നല്ലൊരു ക്യാരക്ടർ, നല്ലൊരു നന്മമരം കളിച്ചു നിൽക്കുന്ന ഒരാളാണ് എന്നുള്ള ഒരു സെറ്റപ്പിൽ കാണിച്ചിട്ട് നേരെ ഉൾട്ടായിട്ടുള്ള ഒരു ഇംപ്രഷൻ വ്യൂവേഴ്സിലേക്ക് കൊടുക്കുകയാണ് ഉണ്ടായത്. പക്ഷേ ഈ ഒരു സമയത്തും ഇതിൽ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ജാസ്മിനും വിഷ്ണുവും 8ാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിച്ചതാണ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം പുറത്തു ആകെ സംസാര വിഷയമാകുന്നുണ്ട്. ആ ഒരു ടൈമിലും ഈ വിഷയം ഉണ്ടാകുന്ന സമയത്തും മുടിയൻ ചോദിക്കുന്നുണ്ട് ജാസ്മിനോട്, നീ അവിടെ നിൽക്ക്, നിന്നെ എനിക്ക് പണ്ടേ മുതലേ അറിയാം എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് അവിടെ പറയുന്നുണ്ട്. അതിലെന്താണ് വിഷ്ണു എന്ന മുടിയൻ സ്റ്റേറ്റ് ചെയ്യുന്നത് എന്നറിയില്ല. അതുപോലെ ജാസ്മിനും ഗബ്രിയും പുറത്തു വെച്ച് കണ്ട് മിങ്കിൾ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നതും എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഇവരൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിയാമെന്ന് പറയുന്നു. പക്ഷെ ആ വീട്ടിൽ വന്ന സമയത്ത് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ലാത്ത പോലെ നടിക്കുന്നു. ഇതിലെന്താണ് സത്യാവസ്ഥ എന്നറിയുന്നില്ല. ചെറിയ കാര്യങ്ങൾക്ക് അടിയും പിടിയും കരച്ചിലും മാത്രം ഉണ്ടാക്കി ഒരു സീസൺ 6 കണ്ടസ്റ്റൻസ് പോവുകയാണ്. ഒരു ക്വാളിറ്റി ഉള്ള ഒരു പോയിന്റ്സോ ആർഗ്യുമെന്റ്സോ ഇവർ തമ്മിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളത് ഒരു വളരെ എവിഡന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫൈറ്റ്സ് ഉണ്ട്, ഒരുപാട് ഫൈറ്റ്സ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഈ ഫൈറ്റ്സിന്റെ ഒന്നും റീസൺ പോയിട്ടുണ്ടെങ്കിൽ ഉള്ളി തൊളിക്കുന്ന പോലത്തെ ഒരു സിറ്റുവേഷനാണ്. അതിൽ ഒന്നുമില്ല, ചെന്ന് കഴിയുമ്പം ഒരു വാലിഡ് ആയിട്ടുള്ള കാരണങ്ങളും ഇല്ല. വളരെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറയുന്ന പോലെ ഇങ്ങനെ കുറേ ഫൈറ്റ്സും കാര്യങ്ങളും ഉണ്ടാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്.